ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന സിനിമകളാണ്. എന്നാൽ വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ ഒരു കൊച്ചു സിനിമ ചെയ്യുന്നു, ആ സിനിമ ആൾക്കാർ ഏറ്റെടുക്കുന്നു, അതുവഴി സിനിമ എല്ലാവരും കാണുന്നു. ആ രീതിയിലാണ് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെല്ലാം മുമ്പോട്ട് പോകുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടർ അയാളുടെ ഏറ്റവും മികച്ച ഒരു ഫേസിലൂടെ കടന്നു പോവുകയാണ്. ഗൗതം വാസുദേവൻ എന്ന് പറയുന്ന തമിഴ് സംവിധായകൻ, തമിഴിലെ ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകൻ ഇപ്പോൾ മലയാളത്തിലും സിനിമകൾ ചെയ്യുന്നു. ധ്രുവനക്ഷത്രം പോലുള്ള സിനിമകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് താൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്നതെന്നാണ് ഗൗതം പറയുന്നത്. ഗൗതമിന്റെ സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നുള്ളത്. മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ആകുമ്പോൾ തന്നെ പരസ്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ സിനിമയുടെ പോസ്റ്ററുകളും വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷനുകളും വലിയ ചിലവൊന്നും ഇല്ലാതെയാണ് അവർ പ്രൊമോഷൻ നടത്തുന്നത്. ആ രീതിയിൽ ഈ സിനിമ പ്രൊമോട്ട് ചെയ്തു, ആൾക്കാർക്കുള്ളിൽ മുന്നിലേക്ക് വന്നു. മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ വാല്യൂ വെച്ചിട്ട് സിനിമ കണ്ടു. മിക്സഡ് റിവ്യൂസ് ആണ് ആദ്യ സമയത്ത് സിനിമയ്ക്ക് വന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി പോസിറ്റീവ് റിവ്യൂസ് എല്ലാം വന്നു തുടങ്ങി. പ്രമുഖ റിവ്യൂവേഴ്സ് എല്ലാം പോസിറ്റീവ് റിവ്യൂസ് പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാനും ഇന്ന് ഈ സിനിമ പോയി കണ്ടു. തീർച്ചയായിട്ടും എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ. വലിയ സംഭവമൊന്നുമല്ല, സാധാരണ ത്രില്ലർ സിനിമകൾ പോലെ ഉള്ള ഒരു കഥയൊന്നുമല്ല. നമ്മൾ പണ്ട് അടയാളം പോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അടയാളം പോലുള്ള സിനിമയിലെ ഡിറ്റക്റ്റീവിന്റെ കഥ. അതുപോലെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഡൊമിനിക് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് CI ഡൊമിനിക്, അദ്ദേഹം നടക്കുന്ന ഡിറ്റക്റ്റീവ് ഏജൻസി, ആ ഏജൻസിയിലേക്ക് അസിസ്റ്റന്റ് ആയിട്ട് ഗോകുൽ സുരേഷിന്റെ കഥാപാത്രം വരുന്നു. മമ്മൂട്ടി പണ്ട് സുരേഷ് ഗോപിയോടൊപ്പം CBI സീരീസ് ചെയ്തു. ഇപ്പോൾ മമ്മൂട്ടി സുരേഷ് ഗോപിയുടെ മകനുമായിട്ട് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ചെയ്യുന്നു. അതാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നുള്ളത്. പിന്നെ ഹൗസ് ഓണറായിട്ട് വിജി വെങ്കടേഷ് വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. വിജി വെങ്കടേഷിനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ലേഡീസ് പേഴ്സ് കളഞ്ഞു കിട്ടുകയും ആ ലേഡീസ് പേഴ്സിന്റെ ഉടമസ്ഥനെ അന്വേഷിക്കാനായിട്ട് ഡൊമിനിക്കിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണ് കഥയുടെ കോറെന്ന് പറയുന്നത്. അവിടെ നിന്ന് ആ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, കുറേ മിസ്സിംഗ് കേസുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് സിനിമയുടെ പ്രധാനപ്പെട്ട കഥ. കഥയിലേക്ക് വരുമ്പോൾ വളരെ പയ്യാണ് സിനിമ പോകുന്നത്. സിനിമയുടെ തുടക്കം തന്നെ എന്നിലെ പ്രേക്ഷകനെ അല്പം ബോറടിപ്പിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങിയത്. സിനിമ ഇത് എങ്ങോട്ടാ പോകുന്ന, ബോറടി ആണല്ലോ എന്നാണ് ചിന്തിച്ചത്. പക്ഷെ പയ്യെ ആ താളം കണ്ടെത്താൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ന്യൂ ജനറേഷൻ സിനിമകളിലെല്ലാം കണ്ടിട്ടുള്ള പോലുള്ള വേഗത, ചടുലത അതൊന്നും ഈ സിനിമയിലില്ല. വളരെ പയ്യാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോയി ആ ഡൊമിനിക് നടത്തുന്ന അന്വേഷണങ്ങളും അയാളുടെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ ഷെർലക് ഹോംസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ശൈലിയിലാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. സിനിമയിൽ പ്ലെയിനായിട്ട് കഥ പറഞ്ഞു പോകുന്നുണ്ട്. പ്ലെയിനായിട്ട് കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ട്വിസ്റ്റുകളും ടേണുകളും ഒന്നുമില്ല. ചിലപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓവറാൾ നമുക്ക് സിനിമ എന്ന് പറയുന്നത് എൻജോയ് ചെയ്ത് ആ ഒരു താളത്തിൽ കണ്ട് തീർക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. നമ്മളും ആ മനസ്സിൽ ഇങ്ങനെ അന്വേഷണത്തിന്റെ കൂടെ പോകാൻ പറ്റും. പക്ഷെ ചടുലത ഇല്ല എന്നുള്ള ഒരു കുഴപ്പമാണ് ഈ സിനിമയ്ക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഈ ഒരു ബഡ്ജറ്റിൽ ഈ സിനിമ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് സിനിമ വിജയമാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ മമ്മൂട്ടി, വിജയ് വെങ്കടേഷ്, ഗോകുൽ സുരേഷിനെ കൂടാതെ കുറേ കഥാപാത്രങ്ങളുണ്ട്. അനാവശ്യമായിട്ടുള്ള കുറേ പേര് ഈ സിനിമയിലുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്. ഷൈൻ ടോം ചാക്കോയൊക്കെ ചുമ്മാ വന്നു പോവുകയാണ്. വിജയ് ബാബു സിനിമയിലുണ്ട്, ചെറിയൊരു റോളിൽ വന്നു പോകുന്നുണ്ട്. സുരേഷ് കൃഷ്ണ ഒരു ഒറ്റ സീനിൽ വന്നു പോകുന്നുണ്ട്. അവരൊക്കെ സൗഹൃദത്തിന്റെ പേരിലായിരിക്കും ഈ സിനിമയിൽ അഭിനയിച്ചത്. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും വിനീത് ഈ സിനിമയിൽ വന്നു. വിനീതിനെയും വിജയ് വെങ്കടേഷിനെയും കൊണ്ടുവന്നപ്പോൾ പാച്ചും അൽഫദുകളൊക്കെ ടീമാണോ എന്ന് പോലും ചിലപ്പോൾ ഒന്ന് സംശയിക്കുന്ന രീതിയിലാണ് പടം മുമ്പോട്ട് പോയത്. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ ലോ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഉണ്ടായിരുന്നത്. 3 പാട്ടുകളാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു പാട്ടൊക്കെ വളരെ നല്ല രസമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ എന്ന് പറയുന്നത് വളരെ സ്ലോ പേസ് ആയിട്ട് പോകുന്ന ഒരു ത്രില്ലർ രീതിയിൽ കണ്ട് മറക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഈ സിനിമയ്ക്ക് ഞാൻ ഇന്നോട്ട് ഈ വീഡിയോ തൊട്ട് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണ്. ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു ഇതിൽ 7 out of 10 ആണ് എൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കുന്നത്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.